Hello friends, welcome to Time for Greatness. 16 things only strong people can do. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ സ്ട്രോങ് ആയ ഒരു വ്യക്തിയായി മാറുന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. സ്ട്രോങ് ആയ ആളുകളുടെയും വീക്കായ ആളുകളുടെയും ഇടയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇവർ രണ്ടു കൂട്ടരും സ്ട്രോങ്ങും വീക്കും ആയി മാറുന്നത് എന്ന കാരണങ്ങൾ അറിയണം. ഇങ്ങനെ രണ്ടുപേരെയും വ്യത്യസ്തപ്പെടുത്തുന്ന 16 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഈ 16 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ട്രോങ് ആയ വ്യക്തിയാണെന്നാണ് അർത്ഥം. വരൂ നമുക്ക് ആ 16 വിഷയങ്ങൾ ഏതാണെന്ന് നോക്കാം. നമ്പർ 1, സീക്ക് ഡിസ്കംഫർട്ട്. വളരണമെന്ന ആഗ്രഹമുള്ളവർ സൗകര്യത്തോടെ ഒരിടത്ത് ഇരിക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. കംഫർട്ടായി സൗകര്യത്തോടെ ഒരിടത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ വലിയ വളർച്ച നേടിയെടുക്കുവാൻ കഴിയില്ല. ഒരു പുതിയ കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചലഞ്ചുകൾ നേരിടേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് വായിക്കാൻ പഠിച്ചിരുന്നത് എങ്ങനെയാണ്? വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു പുസ്തകം മുഴുവൻ വായിച്ചിരുന്നില്ല. ആദ്യം ഓരോ അക്ഷരങ്ങളെയും കൂട്ടി വായിക്കുവാൻ പഠിച്ചു. അടുത്തത് ഓരോ വേർഡുകളും ചേർത്ത് സെന്റൻസുകൾ വായിക്കാൻ പഠിച്ചു. പിന്നീടാണ് ഒരു പുസ്തകത്തെ മുഴുവനായും വായിക്കുവാനൊക്കെ കഴിയുന്നത്. ഒരു വിഷയം പഠിച്ചെടുക്കുവാനും ഒരു വിഷയത്തിൽ നമ്മൾ എക്സ്പെർട്ട് ആകുവാനും ഡിസ്കംഫർട്ട് നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കണം. സ്ട്രോങ് പീപ്പിൾസ് എപ്പോഴും ഈ ഡിസ്കംഫർട്ടിനെ ധൈര്യമായിട്ട് സ്വീകരിക്കും. ഈ ഡിസ്കംഫർട്ടുകളാണ് എന്നെ വളർത്തുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയും. അടുത്തത് നമ്പർ 2, ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ. വീക്ക് പീപ്പിൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എപ്പോഴും എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം എന്ന് തെറ്റായ കാൽക്കുലേഷൻ ചെയ്യും. എന്നാൽ സ്ട്രോങ് പീപ്പിൾ എപ്പോഴും സമയമെടുത്താലും നല്ലൊരു വിക്ടറി നേടുവാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുക. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വീക്ക് പീപ്പിൾ എപ്പോഴും ചെലവൊക്കെ ചുരുക്കി പിശുക്കി പൈസ സേവ് ചെയ്യാണ് ചെയ്യുക. എന്നാൽ സ്ട്രോങ് പീപ്പിൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ വലിയൊരു വിക്ടറി ഉണ്ടായാൽ പോലും അതിൽ നിന്ന് കിട്ടിയ പണം പോലും വലിയ വരുമാനത്തിന് വേണ്ടി ഉപയോഗിക്കും. പെട്ടെന്ന് വിജയം ഉണ്ടായാലും അതിനെ വലുതായി എടുക്കാതെ അതിനേക്കാൾ വലിയ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അടുത്തത് നമ്പർ 3, സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. ഒരു സ്ട്രോങ് വ്യക്തിയായി മാറണമെങ്കിൽ ആകാശം മുട്ടി നിൽക്കുന്ന ഗോളുകൾ സെറ്റ് ചെയ്യണമെന്നാണോ വിചാരിക്കുന്നത്? എന്നാൽ വാസ്തവത്തിൽ സ്ട്രോങ് പീപ്പിൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്റെ ഗോളുകൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളതും ചെയ്തു തീർക്കാൻ കഴിയുന്നതുമായിട്ടാണ് സെറ്റ് ചെയ്യുക. തങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ മാത്രമേ സെറ്റ് ചെയ്യൂ. എന്നാൽ വീക്ക് പീപ്പിൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യും. ഉദാഹരണത്തിന് 6 മാസത്തിനുള്ളിൽ ഞാനൊരു ഫേമസ് ആയ സിംഗറായി മാറുമെന്നൊക്കെ സെറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു കാരണത്താൽ പെട്ടെന്നുണ്ടായ ഒരു മോട്ടിവേഷൻ കാരണമായിരിക്കും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുക. എന്നാൽ ആരെ കൊണ്ടും ഒരു 6 മാസം കൊണ്ടൊന്നും ഫേമസ് ആയ ഒരു സിംഗർ ആവാൻ പറ്റില്ല. അതിനാൽ ഇത് അവർ ചെയ്യുന്ന ഒരു അൺറിയലിസ്റ്റിക് ഗോളാണ്. ഇങ്ങനെ നേടിയെടുക്കാൻ കഴിയാത്ത അൺറിയലിസ്റ്റിക് ഗോളുകൾ സെറ്റ് ചെയ്യുകയും അത് നേടിയെടുക്കാൻ കഴിയാതെ ആയാൽ എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് വിചാരിക്കുകയും ചെയ്യും. എന്നാൽ ഒരു സ്ട്രോങ് ആയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയമെടുത്ത് ഒരു ഫേമസ് സിംഗറായി മാറാനുള്ള കാര്യങ്ങൾ ചെയ്ത് നേടിയെടുക്കും. റിയലിസ്റ്റിക് ആയ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഗോളുകൾ മാത്രമേ അവർ സെറ്റ് ചെയ്യൂ. അടുത്ത നമ്പർ 4, ദേ അഡ്മിറ്റ് ഫോൾട്ട്. ഈ ലോകത്തിൽ തെറ്റുകൾ ചെയ്യാത്ത ആരെയും നമുക്ക് കാണാൻ കഴിയില്ല. 100% പെർഫെക്റ്റ് ആയ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. ഇത് സ്ട്രോങ് പീപ്പിൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതിനാൽ ഏതൊരു കാര്യവും പെർഫെക്റ്റ് ആയി ചെയ്തു തീർക്കണം എന്നൊന്നും സ്ട്രോങ് പീപ്പിൾ കരുതില്ല. എന്നാൽ വീക്ക് പീപ്പിൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്ന് വാശി പിടിക്കും. ആ പെർഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗും ഉണ്ടാവും. എന്റെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിക്കുന്നു എന്നുള്ളത് അവർ അംഗീകരിക്കില്ല. എന്നാൽ സ്ട്രോങ് പീപ്പിൾ പെർഫെക്ഷനായിട്ടേ ഞാനിത് ചെയ്തു തീർക്കൂ എന്നൊന്നും കരുതുകയില്ല. ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് അംഗീകരിക്കും. തെറ്റ് എല്ലാവർക്കും സംഭവിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മൂവ് ഓൺ ചെയ്യും. അവർ തെറ്റ് സംഭവിച്ചു എന്നതൊരു ഇൻസെക്യൂരിറ്റിയായി മാറാതിരിക്കാനും അവർ ശ്രദ്ധിക്കും. ഫ്രണ്ട്സ്, ഇടയിലൊരു കാര്യം പറയട്ടെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. ഞാനിത് ചെയ്യണോ വേണ്ടയോ, ഞാനിത് ചെയ്താൽ സക്സസ് ആകുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ എപ്പോഴും നമ്മളെ ബാധിക്കാറുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല ആശയക്കുഴപ്പങ്ങളും ഇല്ലാതെയാക്കാൻ നമ്മൾ ആരോടാണ് ഹെൽപ്പ് ചോദിക്കുക? എവിടെ നിന്നാണ് നമുക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള ആശയം ലഭിക്കുക? അതിന് നിങ്ങൾക്ക് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാം. യു ക്യാൻ വിൻ എന്ന പുസ്തകം നിങ്ങളെ ഇതിന് ഹെൽപ്പ് ചെയ്യും. യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിന്റെ 108 മിനിറ്റുള്ള ഓഡിയോ ബുക്ക് സമ്മറി ഞാനിവിടെ കുക്കു FM-ൽ നിന്ന് കേട്ടിരുന്നു. അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത്. ആശയക്കുഴപ്പങ്ങൾ മാറ്റാൻ ഇതുപോലെ നല്ലൊരു ഓഡിയോ ബുക്ക് സമ്മറി നിങ്ങൾക്കിനി വേറെ കിട്ടില്ല. കുക്കു FM ഇതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഓഡിയോ ബുക്ക് സമ്മറീസും ഒറിജിനൽസുമായിട്ട് നൽകുന്നത്. കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ജീവിത പ്രതിസന്ധികളിൽ അത് വലിയ തുണയായിരിക്കും. ഈ ജനുവരി മാസത്തിൽ കുക്കു FM നിങ്ങൾക്കൊരു ഓഫർ നൽകുന്നുണ്ട്. അതായത് കുക്കു FM-ന്റെ 1 മന്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് 49 രൂപയ്ക്ക് നിങ്ങൾക്കൊരു മാസത്തേക്ക് കുക്കു FM ആക്സസ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കണമെന്ന് മാത്രം. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും ഞങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ഇറ്റ് ആൻഡ് ഇപ്പോൾ തന്നെ കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കൂ. നിങ്ങളുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് മാറ്റിയെടുക്കൂ. കം ബാക്ക് ടു ദ വീഡിയോ. അടുത്ത നമ്പർ 5, ദ റിഫ്യൂസ് ടു ഇൻഡൽജ് ഇൻ സെൽഫ് പിറ്റി. നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ഏതോ രീതിയിൽ പരിതാപകരമായി ചിന്തിക്കുന്നതാണ് സെൽഫ് പിറ്റി.
ഈ ഒരു മെന്റാലിറ്റി കൊണ്ട് നമ്മുടെ സമയം വേസ്റ്റ് ആവുന്നല്ലാതെ അതിലൂടെ ഒരു ഗുണവും നമുക്ക് ഉണ്ടാവുകയില്ല. ഇങ്ങനെ സെൽഫ് പിറ്റി ഫീൽ ചെയ്തിട്ട് സമയം പാഴാക്കാൻ സ്ട്രോങ് പീപ്പിൾ ഒരിക്കലും ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ സ്ട്രോങ് പീപ്പിൾ ആയിരിക്കുന്നത്. അടുത്ത നമ്പർ 6, ഓവർകം ദെയർ ഇന്നർ ക്രിട്ടിക്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് തന്നെ മോശമായ ചിന്തകൾ നടന്നേക്കാം. ഇതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഇതൊന്നും ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല, ഇങ്ങനെ പല നെഗറ്റീവ് തോട്ട്സും നമുക്ക് വരാം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ അതിന്റെ ഒരു സ്വരൂപമായിട്ട് മാറും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ, അഥവാ നിങ്ങൾക്ക് കുറച്ച് ആ കഴിവ് ഉണ്ടെങ്കിൽ പോലും അത് ഇല്ലാതെയാകും. മറ്റൊരു കാര്യം, നിങ്ങളുടെ ഈ നെഗറ്റീവ് തോട്ട്സ് റിയാലിറ്റിയായി മാറുവാൻ നിങ്ങൾ തന്നെ ഒരു കാരണമായി മാറുന്നു. ഇതേ സമയം സ്ട്രോങ് പീപ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും ചിന്തിക്കുകയേ ഇല്ല. എനിക്ക് അത് ചെയ്യാൻ കഴിയുമോ, ഇത് ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെയുള്ള ഒരു സന്ദേഹം അവരുടെ മനസ്സിലുണ്ടാവില്ല. ചില കാര്യങ്ങളിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് സംശയം വന്നേക്കാം, എന്നാൽ ഞാൻ പ്രാക്ടീസ് ചെയ്താൽ ഇതെനിക്ക് സാധിക്കും എന്നവർ ചിന്തിക്കും. അടുത്ത നമ്പർ 7, ദേ സീ ചലഞ്ചസ് ആസ് ഓപ്പർച്യൂണിറ്റീസ്. ചലഞ്ചസ്, ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചിന്തയാണ് വരിക? ഭയവും ഇൻസെക്യൂരിറ്റിയൊക്കെയാണ് വരിക, അല്ലേ? എന്നാൽ ഒരു സ്ട്രോങ് ആയ വ്യക്തിയുടെ മുന്നിൽ ഒരു ചലഞ്ച് വന്നാൽ അതിനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ കരുതുക. ചലഞ്ചസിലൂടെ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ മറ്റൊരു സൈഡിൽ അതുകൊണ്ട് നമ്മൾ വളരുകയാണ്. ഇത്തരം ചലഞ്ചസിനെ നേരിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഒന്നും തന്നെ പഠിക്കുവാൻ കഴിയില്ല, വളരുവാനും കഴിയില്ല. ഇതുപോലുള്ള പല ചലഞ്ചസും വരാം. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നന്നായി വർക്ക് ചെയ്യുന്ന നിങ്ങളെ പെട്ടെന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയേക്കാം. അങ്ങനെ ഒരു പുതിയ സ്ഥലത്ത് പുതിയ രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, പുതിയ ആളുകളെ പരിചയപ്പെടേണ്ടി വരും, അതിലൂടെ പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. എന്നാൽ ഇത് വീക്ക് പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം ചലഞ്ചസ് ഇഷ്ടപ്പെടുകയില്ല. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താ ചെയ്യാന്നായിരിക്കും അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഞാൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു സ്ട്രോങ് വ്യക്തി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എന്തെങ്കിലും ചലഞ്ച് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കും. ഇതിലൂടെ എന്റെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആയി മാറും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വെക്കും. അടുത്ത നമ്പർ 8, ദേ സീ ദ വാല്യൂ ഇൻ ക്രിട്ടിക്. ഒരു വീക്ക് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് കേട്ടാൽ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോകും. അവർ ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു നോക്കൂ, അതോടുകൂടെ പരിപാടി തന്നെ നിർത്തിയിട്ട് അവർ പോകും. എന്നാൽ സ്ട്രോങ് പീപ്പിൾ എപ്പോഴും നെഗറ്റീവ് ഫീഡ്ബാക്കുകളെ നല്ലപോലെ ഉപയോഗിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ബോസ് നീ ചെയ്ത വർക്ക് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അപമാനിച്ചതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുക. അതേസമയം നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയാൽ അടുത്ത തവണ കൂടുതൽ പെർഫോം ചെയ്യാനാണ് ശ്രമിക്കുക. ഒരു ഫീഡ്ബാക്കിനെ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതനുസരിച്ചും നമ്മൾ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ളത് തീരുമാനിക്കാൻ കഴിയും. അടുത്ത നമ്പർ 9, ഫോക്കസ് ഓൺ സൊല്യൂഷൻ ഓവർ പ്രോബ്ലംസ്. നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് കൂട്ടമായിട്ട് ആളുകളെ പിരിച്ചുവിടുകയാണെന്ന് വിചാരിക്കൂ. അത് കാരണം നിങ്ങളുടെ ജോലിയും പോകുമല്ലോ. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വീക്ക് ആണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും തീർച്ചയായിട്ടും മനസ്സിന് വിഷമാവും. ആ ജോലിയെ വിശ്വസിച്ചിട്ടായിരിക്കും നിങ്ങൾ പല ബില്ലുകളും പേ ചെയ്യാൻ കരുതി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ പെട്ടെന്ന് ആ ജോലി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് തീരുമാനിക്കുന്ന ഘടകം എന്തായിരിക്കുമെന്നോ ആ പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. വീക്ക് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള ജോലിയും പോയി എന്ന് പറഞ്ഞ് കരയും. എന്നാൽ സ്ട്രോങ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോയ ജോലിയെ കുറിച്ച് ചിന്തിക്കില്ല, അടുത്ത ജോലി എന്താണ് ഞാൻ ചെയ്യുക എന്ന് ചിന്തിക്കും. കാരണം ഇവിടെ ഒരേ ഒരു സൊല്യൂഷൻ വേറൊരു ജോലി തേടുക എന്നതാണ്. സ്ട്രോങ് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അടുത്ത ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ. ഒരു ദിവസം 3 ജോലിക്ക് വേണ്ടിയെങ്കിലും അപ്ലൈ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കും. ഇങ്ങനെ തനിക്ക് സംഭവിച്ച ആ പ്രശ്നത്തിൽ ശ്രദ്ധിക്കാതെ സൊല്യൂഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാനും കഴിയും. അടുത്ത നമ്പർ 10, അറ്റാക്ക് അൺപ്രൊഡക്റ്റീവ് നെഗറ്റിവിറ്റി. നെഗറ്റീവ് തോട്ട്സ് വരാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്കും പല നെഗറ്റീവ് തോട്ട്സും വന്നിട്ടുണ്ടാവും. ഇതിൽ അൺപ്രൊഡക്റ്റീവ് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഗുണവും ഇല്ലാത്ത നെഗറ്റീവ് തോട്ട്സ് ആണ്. ഉദാഹരണത്തിന്, സന്തോഷമില്ലാതെ പാസ്റ്റ് റിലേഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു ഗുണവും കൊടുക്കുന്നില്ലല്ലോ. നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുവാനുള്ള അനുമതി കൊടുത്ത പോലെയാണ്. ഇതൊരു സ്ട്രോങ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരാളുടെ നഷ്ടം വലിയ ദുഃഖം തന്നെയായിരിക്കും. എന്നാൽ ഒരിക്കലും അത് തന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് വളർത്താൻ അവർ ഇഷ്ടപ്പെടില്ല. അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് പോസിറ്റീവായ എന്തിലേക്കെങ്കിലും തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും. നിങ്ങൾക്കൊരു സ്ട്രോങ് പേഴ്സണായി മാറണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്തെല്ലാം പോസിറ്റീവ് തോട്ട്സിനെ അവിടെ റീപ്ലേസ് ചെയ്യാൻ പഠിക്കൂ. ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസവും രാവിലെ താങ്ക്സ് പറയുവാൻ വേണ്ടി 3 കാര്യങ്ങൾ എഴുതൂ. ഏതെങ്കിലും ഒരു കാര്യത്തെ 3 കാര്യത്തിന് താങ്ക്സ് പറയൂ രാവിലെ തന്നെ. ഇങ്ങനെയുള്ള പ്രാക്ടീസുകളൊക്കെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള ടിപ്സ് ആണ്. അടുത്ത നമ്പർ 11, നോ ദെയർ വർക്ക്. നമ്മൾ തന്നെ നമ്മളെ വില കുറച്ച് കാണുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നമ്മളുടെ വില നമുക്ക് തന്നെ അറിയാതെ പോയാൽ അത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു ശീലമാണ്. ഒരു സ്ട്രോങ് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തന്റെ വില എന്താണെന്നുള്ളത് സ്വയം നല്ലപോലെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് ഒരു കാര്യം തനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നല്ലപോലെ അറിയും. അതേപോലെ തന്നെ ഏത് കാര്യത്തിൽ യെസ് പറയണം, ഏത് കാര്യത്തിൽ നോ പറയണം എന്നൊക്കെ നല്ലപോലെ അറിയും. ഇതാണ് സ്ട്രോങ് പീപ്പിൾസിന്റെ പ്രത്യേകത. അവനവന് ഗുണമില്ലാത്ത മെച്ചമില്ലാത്ത ഒരു കാര്യവും ചെയ്യുവാൻ അവർ തയ്യാറായിരിക്കില്ല. അടുത്ത നമ്പർ 12, ദേ ആസ്ക് ഹെൽപ്പ് വിത്തൗട്ട് ഫീലിംഗ് ലൈക്ക് എ ബർഡൻ. ചലഞ്ചസ് നേരിടുവാൻ വേണ്ടിയിട്ടും കഷ്ടപ്പാടുള്ള വഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടും സ്ട്രോങ് പീപ്പിൾ മടിക്കില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അവർ
അവർ അവരുടെ കംഫർട്ട് സോണിന്റെ പുറത്തുള്ള ബൗണ്ടറീസിനെയാണ് എപ്പോഴും ഫോക്കസ് ചെയ്ത് ജീവിക്കുക. അതേസമയം അവർക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ ഒരു ഭയവും അവർക്കുണ്ടാവില്ല. ഇതേസമയം നിങ്ങളൊരു വീക്കായ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഹെൽപ്പ് ചോദിച്ചാൽ അതൊരു കുറച്ചിലല്ലേ എന്ന് ചിന്തിക്കും. അത് കാരണത്താൽ ആരോടും സഹായം ചോദിക്കാൻ അവർ ഇഷ്ടപ്പെടില്ല. അവരുടെ പ്രശ്നത്തെക്കാൾ വലുതായിട്ട് ഈഗോ അവിടെ മുഖ്യമായി നിൽക്കുകയായിരിക്കും. അതിനാൽ സഹായം ചോദിക്കാൻ അവർ മടിക്കും. എന്നാൽ സ്ട്രോങ് പീപ്പിൾ അങ്ങനെ ആയിരിക്കില്ല. അവരുടെ സ്കില്ലുകൾ വളർത്താൻ ഒരിക്കലും ഈഗോയെ തടസ്സം നിൽക്കാൻ സമ്മതിക്കില്ല. അവനവനോട് നല്ല മതിപ്പുള്ളത് കാരണത്താൽ സ്ട്രോങ് പീപ്പിൾ എപ്പോഴും മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ മടിക്കൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു സഹായം ചോദിക്കുന്നത് ഒരിക്കലും തന്നെ വീക്കാക്കുന്നില്ല എന്നും അത് തന്നെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നതെന്നും അവർക്ക് അറിയാം. അടുത്ത നമ്പർ 13, നെവർ കമ്പയർ ദംസെൽവ്സ് ടു അതേഴ്സ്. മറ്റുള്ളവരോടൊപ്പം തന്നെ കമ്പയർ ചെയ്യുന്നത് വീക്കായിട്ടുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരോടൊപ്പം തന്നെ കമ്പയർ ചെയ്യുമ്പോൾ അത് അൺപ്രൊഡക്റ്റീവ് ആക്കി മാറ്റുകയാണ് വാസ്തവത്തിൽ ചെയ്യുക. സ്ട്രോങ് പീപ്പിൾസ് തന്റെ മനസ്സിനെയും തന്റെ കഴിവുകളെയും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് എപ്പോഴും ചിന്തിക്കുക. അത് കാരണത്താൽ മറ്റുള്ളവരോടൊപ്പം തന്നെ ഒരിക്കലും കമ്പയർ ചെയ്യുകയില്ല. അതേപോലെ മറ്റുള്ളവരെ അഭിനന്ദിക്കേണ്ടി വരുമ്പോൾ ഒരു മടിയും കൂടാതെ ചുറ്റുമുള്ളവരെ അഭിനന്ദിക്കുവാനും അവർക്ക് സാധിക്കും. സ്ട്രോങ് പീപ്പിൾ എപ്പോഴും തന്റെ തന്നെ ഇന്നലത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ താൻ ഡെവലപ്പ് ആയിട്ടുണ്ടോ ഇത് മാത്രമാണ് ശ്രദ്ധിക്കുക. അടുത്ത നമ്പർ 14, ദേ റെസ്പെക്ട് ആൻഡ് ഈവൻ ലൈക്ക് കോമ്പറ്റീറ്റേഴ്സ്. സ്വയം നല്ല മതിപ്പുള്ള ഒരു വ്യക്തിയായിരിക്കുന്ന കാരണത്താൽ ചാലഞ്ചസ് ഒന്നും അവരെ ബാധിക്കുകയില്ല. തന്റെ എതിരാളിയായിട്ട് നിൽക്കുന്ന ആളെ പോലും അവർ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ സ്ട്രോങ് പീപ്പിൾ തന്റെ എതിരാളിക്ക് വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പോലും തയ്യാറായിട്ടുള്ള മാനസികാവസ്ഥയിലാണ്. കോമ്പറ്റേറ്റേഴ്സിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു ശീലം സ്ട്രോങ് ആയ വ്യക്തികൾക്ക് ഉണ്ടാവില്ല. അതിനു പകരം അതിനൊരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റി തന്റെ വളർച്ചയ്ക്ക് കാരണമാക്കുകയും ചെയ്യും. തന്റെ കോമ്പറ്റേറ്റർ ശരിയായിട്ട് എന്താ ചെയ്യുന്നത് തെറ്റായിട്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി പഠിക്കും. അത് തന്റെ ഗ്രോത്തിനുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അടുത്ത നമ്പർ 15, ലെറ്റ് ഗോ. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരെ ശരിയായിട്ട് ട്രീറ്റ് ചെയ്തില്ല, ഇങ്ങനെ ഒരു പരാതി നമുക്ക് തന്നെ നമ്മളോടുണ്ടാവും. അതുപോലെ എന്നെ പലരും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല എന്നും തോന്നിയേക്കാം നിങ്ങൾക്ക്. ഇതേപോലെ എന്നെ ആരെങ്കിലും ശരിയായി ട്രീറ്റ് ചെയ്തില്ല, എനിക്ക് വിഷമം ഉണ്ടാക്കി എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങനെ മനസ്സിൽ വെക്കാതെ അതിനെ ലെറ്റ് ഗോ ചെയ്യും. ഇതാണ് സ്ട്രോങ് പീപ്പിൾസിന്റെ ഒരു പ്രത്യേകത. മറ്റൊരാൾ തന്നെ ഹർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹർട്ട് കൊണ്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അൺപ്രൊഡക്റ്റീവായി മാറുമെന്ന് അവർ ചിന്തിക്കും. അടുത്ത നമ്പർ 16, ദേ നോ വെൻ ടു ക്വിറ്റ്. ഒരു കാര്യത്തെ പെട്ടെന്ന് ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്നത് വീക്ക് പീപ്പിൾ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ക്വിറ്റ് ചെയ്യുന്നത് അടുത്തൊരു കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണെന്ന് സ്ട്രോങ് പീപ്പിൾ കരുതുന്നു. അതിനാൽ ഒരു കാര്യത്തെ എപ്പോഴാണ് ക്വിറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പോ മനഃശാന്തി ഇല്ലാത്ത ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എപ്പോൾ ഞാൻ ഉപേക്ഷിക്കണമെന്ന് അവർക്കറിയാം. തനിക്ക് ഒരു മെച്ചമില്ലാത്ത ഒരു കാര്യത്തിൽ പോയി പെടുന്നത് സ്ട്രോങ് പീപ്പിൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. തന്റെ മേലെ അത്രയും വിശ്വാസമുള്ളത് കാരണത്താൽ ഏതൊരു കാര്യം എപ്പോൾ തുടങ്ങണം എപ്പോൾ ഉപേക്ഷിക്കണമെന്ന് അവർക്ക് നല്ല നിശ്ചയം ഉണ്ടായിരിക്കും. ഇതോടെ ഈ ടോപ്പിക് തീരുകയാണ്. ഈ 16 കാര്യങ്ങളിൽ ഏത് കാര്യമാണ് നിങ്ങൾ ആദ്യം തുടങ്ങാൻ പോകുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ. ഇതുപോലെ ഇനി ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിടവാങ്ങുന്നു. ബൈ.